ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. പടവലങ്ങയൊക്കെ വെച്ചിട്ട് പടവലങ്ങയും പരിപ്പ് കൂടിയും ചേർത്തിട്ടുള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പടവലങ്ങയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഒരു ചെറിയ പടവലങ്ങയാണ്, അപ്പൊ ഒരു 3 എടുത്തിട്ടുണ്ട്, ചെറിയതായതുകൊണ്ട്. അത് ചെറുതാക്കി അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പരിപ്പ്. അപ്പൊ ഈ പരിപ്പ് മസൂർ ദാളാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പീസ് പരിപ്പോ അല്ലെങ്കിൽ തുവരപ്പരിപ്പൊക്കെ ആണെങ്കിൽ പടവലങ്ങയും അതുപോലെ തന്നെ പരിപ്പും കുക്കറിലിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളെ. ജസ്റ്റ് ഒരു പാത്രത്തിൽ വേവിക്കണേ ഉള്ളൂ, കാരണം രണ്ടിനും ഒറ്റ വേവേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇത് അങ്ങോട്ട് രണ്ടും ചേർത്ത് കൊടുത്തിട്ടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അതങ്ങോട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് അരപ്പൊന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണേ. അതിനായിട്ട് അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകവും 2-3 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് അങ്ങോട്ട് ചേർത്തിട്ട് അത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയപ്പോൾ തന്നെ ഇതെല്ലാം നല്ല വെന്ത് റെഡിയായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്കത് നല്ലോണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ അരപ്പ് അങ്ങോട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും, കാരണം പടവലങ്ങയ്ക്ക് വലിയ വേവില്ല. ഈ പരിപ്പാണെങ്കിൽ പെട്ടെന്ന് വേവും ചെയ്യും. അപ്പൊ ആ തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആ തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണവരൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ഇപ്പം ഈ കറിയിലേക്ക് കുറച്ച് താളിച്ച് ചേർക്കാനുണ്ട്. അതിനായിട്ട് കടായിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഈ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ ഇതേപോലെ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി സ്വാദുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.